ദേശീയ രാഷ്ട്രീയത്തിലും വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന അതിശക്തമായ വെളിപ്പെടുത്തലുകളുമായി തമിഴ്നാട് മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ഫസീന സയ്യിദ് രംഗത്തെത്തിയിരിക്കുകയാണ്. ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ DMK സഖ്യം വിട്ട് നടൻ വിജയുടെ പാർട്ടിയായ TVKയുമായി കൈകോർക്കാൻ വേണുഗോപാൽ രഹസ്യ നീക്കം നടത്തിയെന്നാണ് ഫസീനയുടെ വെളിപ്പെടുത്തൽ. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുക എന്ന തന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി തമിഴ്നാട്ടിലെ പാർട്ടി താല്പര്യങ്ങളെ അദ്ദേഹം ബലികഴിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത CEC യോഗത്തിൽ അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക പോലും വേണുഗോപാൽ ഇടപെട്ട് അട്ടിമറിച്ചുവെന്നും ഫസീന ആരോപിക്കുന്നു. KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും വ്യക്തിപരമായ താല്പര്യങ്ങളെയും സംശയത്തിന്റെ നിഴലിലാക്കുന്ന ആരോപണങ്ങളാണ് ഫസീന സയ്യിദ് ഉന്നയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ വിശ്വസ്ത സഖ്യകക്ഷിയായ DMK ഉപേക്ഷിച്ച് നടൻ വിജയുടെ പുതിയ പാർട്ടിയായ TVKയുമായി കൈകോർക്കാൻ വേണുഗോപാൽ ശ്രമിച്ചെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ. തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുന്ന ഈ നീക്കം അവസാന നിമിഷമാണ് തകർന്നതെന്ന് അവർ പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമാണ് KC വേണുഗോപാലിന്റെ ലക്ഷ്യമെന്നും ഇതിനായി വിജയ് ഫാൻസിന്റെ പിന്തുണ കേരളത്തിൽ ഉറപ്പാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യമെന്നും ഫസീന ആരോപിക്കുന്നു. വിജയ് കേരളത്തിലും വോട്ട് നേടിത്തരുമെന്ന് അദ്ദേഹം വാദിച്ചതായും ഇതിനായി ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് നേതാക്കൾ തമ്മിൽ വലിയ വാക്പോര് നടന്നതായും അവർ കൂട്ടിച്ചേർത്തു. പാർട്ടിയിൽ ജനാധിപത്യപരമായ രീതിയിൽ തയ്യാറാക്കിയ പട്ടികകൾ അദ്ദേഹം അട്ടിമറിച്ചതായും ഫസീന ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധി നേരിട്ട് പങ്കെടുത്ത CEC യോഗത്തിൽ അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക പോലും വേണുഗോപാൽ തന്റെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ വെളിപ്പെടുത്തൽ സത്യമാണെങ്കിൽ ഇത് കോൺഗ്രസിനുള്ളിലെ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ നേതാവിനെതിരെ ഉയർന്ന ഈ അട്ടിമറി ആരോപണം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായേക്കാം. രാഷ്ട്രീയമായ അട്ടിമറി നീക്കങ്ങൾക്ക് പുറമെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലെ സംഘടനാപരമായ ജീർണതയെക്കുറിച്ചും അതീവ ഗൗരവകരമായ വെളിപ്പെടുത്തലുകളാണ് ഫസീന സയ്യിദ് നടത്തിയിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചത് പാർട്ടിയിലുണ്ടായ ചില മോശം പ്രവണതകളാണെന്ന് അവർ തുറന്നടിക്കുന്നു. മഹിളാ കോൺഗ്രസിനുള്ളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന് ഫസീന ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ പലതവണ KC വേണുഗോപാലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം ഒരു നടപടിയും എടുത്തില്ല. പരാതികൾ അറിഞ്ഞിട്ടും അദ്ദേഹം പുലർത്തിയ മൗനം ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് ശക്തി പകരുന്നതാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. പാർട്ടിയിലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KC വേണുഗോപാൽ തയ്യാറായില്ല. പകരം പരാതി ഉന്നയിക്കുന്നവരെ അവഗണിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും അതുതന്നെ മാനസികമായി വിഷമിപ്പിച്ചെന്നും ഹസീന പറയുന്നു. സംഘടനാപരമായ അന്തസ്സ് പണയപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് തുടരാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. ജനാധിപത്യം ഉറപ്പാക്കേണ്ടവർ തന്നെ പാർട്ടി സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുകയാണെന്ന ആക്ഷേപമാണ് ഇതിലൂടെ ഉയരുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിർണായക സ്വാധീനമുള്ള നേതാവിനെതിരെ ഒരു സംസ്ഥാന ഘടകത്തിന്റെ തന്നെ മുൻ അധ്യക്ഷ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. KC വേണുഗോപാലിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഹസീന സയ്യിദ് നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല തമിഴ്നാട് DMK കോൺഗ്രസ് സഖ്യത്തിലും വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി നയങ്ങളെയും സ്ഥാനാർത്ഥി പട്ടികയെയും അട്ടിമറിച്ചു എന്ന ആക്ഷേപത്തോട് ഹൈക്കമാൻഡ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടത്.